നിങ്ങളെ പിരിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടില്ലേ? ഇഷ്ടം പോലെ. അത് ഇപ്പൊ നമുക്ക് ഓരോ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തതായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറെ പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ എവിടെ വരെ പോകാനാണ്, കൂടിപ്പോയി 3 മാസം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ 5 വർഷത്തുള്ള റിലേഷൻ ആയിട്ട്. അപ്പം അവര് അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ ഞങ്ങൾക്കിടയിൽ നിന്നിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്റെ അടുത്ത് വന്നിട്ട് ശിവയുടെ കുറ്റം പറയാം, ശിവ എടുത്ത് പോയിട്ട് എന്റെ കുറ്റം പറയാം, അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അത്ര ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാര്. അപ്പം ഞങ്ങൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അവൻ നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളത് മനസ്സിലാക്കി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിടയിൽ വേറൊരാൾ വരാൻ പാടില്ല, മൂന്നാമത്തെ ആളുടെ ആവശ്യം നമുക്കില്ല, നമ്മൾ തന്നെ ആയിരിക്കണം നമ്മൾക്കിടയിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും. ഒരു ചെറിയ കാര്യം പോലെ ഞങ്ങൾ വിളിച്ചു വെക്കില്ല. അർപ്പിതയുടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ ശിവയ്ക്ക്? കള്ളം പറയുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ കൊലപാതകം ചെയ്ത് അവളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഓക്കെ, പാസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ അവള് വിടും. അതാണ് അർപ്പിതയ്ക്ക് പറയാനുള്ള അവസരം വന്നെത്തിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാരണം വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നമ്മള് ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യപ്പെടും. അത് എനിക്ക് ഇഷ്ടമല്ലാത്ത. ഞാൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇങ്ങനെയായിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയണമെങ്കിൽ ഞാൻ പേടിച്ച പറയാം. അതെ ദേഷ്യപ്പെടുവോ അങ്ങനെയാണ്, എങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആളെ ഒന്ന് ഒരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് ദേഷ്യം വരും. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം. ഇനി നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഏരിയാസും കൂടെ ഒന്ന് നമുക്ക് കാണിച്ചു തരും. ഇവിടത്തെ കബോർഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വെക്കാനായിട്ട് ഒരു ഏരിയ മുന്നേ കൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇത്തിരി വലുതായി പോയി. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗണപതി. ഇനി ഇവിടെ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദൈവമാണ്, നമ്മൾ ആരാധിക്കുന്ന ആളാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. ഞാന് പുറത്ത് വന്നപ്പോഴേക്കും കണിച്ചു എന്നാണ് വീടിന്റെ പേര് വന്നിട്ടിരിക്കുന്നത്. അപ്പൊ കണിച്ചുളങ്ങരമ്മയുടെ പേര് നമ്മൾ ഷോർട്ടാക്കി വിളിക്കുക. ഞങ്ങൾ എപ്പോഴും കണിച്ചുളങ്ങരമ്മ എന്ന് വിളിക്കാറില്ല, കണിച്ചു എന്ന് വിളിക്കാറ്. ഓ അത് കൊള്ളാം. ഈ പിന്നെ അതിന്റെ അടിയിൽ ഇങ്ങനെ ലക്കി വില്ല. ലക്കി നമ്മുടെ മകൻ പെറ്റാണ്, പക്ഷെ നമ്മള് മകനെ പോലെ കാണുന്നത്. അപ്പം അവന്റെ പേരാണ് ലക്കി. അപ്പൊ അവന്റെ വില്ല ലക്കി വില്ല. അങ്ങനെ എന്നിട്ട് ആൾക്ക് ആളിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓ ഞാൻ വിചാരിച്ചു ആ കുഞ്ഞ് അതൊന്നുമില്ല. ലക്കി വേറെ, അത് ലാബാണ്. അവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. മതിലായിട്ടില്ലല്ലോ. ശരി. ഇപ്പൊ ആളെവിടെയാണുള്ളത്? എന്നാലും ഒരു പെറ്റിന്റെ പേര് വീടിനിടാന്ന് വെച്ചാൽ വലിയ കാര്യം. ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. അവൻ വന്നതിന് ശേഷമാണ് ഐശ്വര്യം. അവനെ എനിക്ക് കൈ കിട്ടിയപ്പോ തന്നെ അവരെന്നോട് ചോദിച്ചു, ഗിഫ്റ്റ് കിട്ടിയതാ, ഹണിമമ്മി ഗിഫ്റ്റ് തന്നെയാ. അപ്പൊ കിട്ടിയപ്പോ തന്നെ എന്നോട് പേരിടാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ലക്കീന് ഇടാൻ തോന്നി. തന്നെയാണ്. ഓക്കെ, ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലിവിംഗ് ഏരിയ കഴിഞ്ഞു, നമുക്കിനി നിങ്ങളുടെ ആ ഒരു ഏരിയയിലേക്ക് പോവാം. ഇവരുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള ആ സ്പേസിലേക്ക് നമ്മൾ കടന്നു കയറുകയാണ് സുഹൃത്തുക്കളെ. കമോൺ. അപ്പൊ നമ്മൾ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് കളർ കോമ്പിനേഷൻ ഒക്കെ എനിക്ക് ഇഷ്ടമായി. ഇത് ആരാ സെലക്ട് ചെയ്തത്? ഇത് കളർ നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ സെലക്ട് ചെയ്തു. എല്ലാം അവരുടെ കൈ ഉണ്ട്, കോൺട്രാക്ടേഴ്സിന്റെ കൈ ഉണ്ട്. കോൺട്രാക്ടേഴ്സ് ആണ് എന്താ പറയാ, കൂടുതൽ കാര്യങ്ങളും അവര് തന്നെയാണ് അറേഞ്ച് ചെയ്തതും ഓർഗനൈസ് ചെയ്തതും ഒക്കെ അവര് തന്നെയാണ്. ഒന്നും അറിയേണ്ടി വന്നില്ല. അവര് തന്നെ കളറൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതൊക്കെ അവരെ സെലക്ട് ചെയ്തതാണ്. അല്ല, അവരെ അയച്ചു തന്നു, നമ്മൾ സെലക്ട് ചെയ്തു. ഈ എന്താ പറയാ, ഈ ഫ്രെയിം ഒക്കെ ആരാ മേടിച്ചൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് കിട്ടിയത്. അപ്പൊ ഇതുപോലെ കുറെ ഫ്രെയിംസ് ഉണ്ട്, കൂടുതലും കൃഷ്ണൻ രാധയാണ്. പിന്നെ ഇത് ഒരെണ്ണമാണ് എനിക്ക് ഭംഗിയിൽ തോന്നിയത്, ഭയങ്കരമായിട്ട് ഭംഗി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വെച്ചു. ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വേണമെന്ന് ഞങ്ങള് വേറൊരു ഹൗസ് വാമിങ്ങിന് പോയപ്പോ അവിടെ ബേ വിൻഡോ കണ്ടു. അപ്പം മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, നമ്മളൊരു വീഡിയോ വെക്കുവാണെങ്കിൽ അവിടെ വേണം എന്നുള്ളത്. ഇവിടെ ഇരുന്ന് എന്താ പരിപാടി പറയും? ചായ കുടിക്കും, ഇവിടെ ഇരിക്കും. ഓക്കെ, ഇപ്പം എന്താ പറയാ, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കിട്ടൊക്കെ മാറിയിരുന്നാലും ഒരാൾക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അന്ന് വിചാരിച്ചിരുന്നു. ആണല്ലേ? ബുക്ക് വായിക്കാനായിട്ടൊക്കെ നല്ലൊരു ഏരിയ. അതുപോലെ നമ്മള് വൈകുന്നേരങ്ങളിൽ ഈ കട്ടൻ പൊക്കിയിട്ട് നമ്മള് ചായ കുടിക്കും. ഈ വെയിൽ താഴുമ്പോ നല്ല ഭംഗിയാ. മഴ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ഇവിടെ വന്നിരിക്കും. കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ബെഡ്റൂമിലായിരിക്കും അതോ ഏത് ഏരിയയിലാണ്? കൂടുതലായിട്ടും ബെഡ്റൂമിലാണ് കൂടുതലും. ഞങ്ങള് പ്രത്യേകിച്ച്
എനിക്ക് പിന്നെ കുറച്ച് മടി ഉണ്ടായിട്ടുണ്ട് കിച്ചണിലൊക്കെ അമ്മ കയറിക്കോളും അതുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ തന്നെ പുറത്തോട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്ന എന്തെങ്കിലും കാര്യം ആളിവിടെ അധികം കാണത്തില്ല, പുറത്തൊക്കെ പോകും, അവിടെ ഇവിടെ ഒക്കെ നടക്കും. ഞാന് ബെഡ്റൂമില്ല, അമ്മ കിച്ചണിലായിരിക്കും. അമ്മ എന്നെ അധികം കിച്ചണിൽ കേട്ടില്ല. ഞാൻ കുളവാക്കൊന്ന് വെച്ചിട്ടാണോ എന്താന്ന് എനിക്കറിയില്ല. അമ്മ പറയും കേറണ്ട, മോൾ അവിടെ പോയിരുന്നോളാം. മോളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ വിചാരിച്ചാ മതി. ശിവ അർപ്പിത ഉണ്ടാക്കി തരുന്ന എന്ത് ഫുഡാണ് ഇഷ്ടം? രസം. രസം. അതാകുമ്പോ എളുപ്പമാണല്ലോ അല്ലേ? ഒരു രസം ഉണ്ടാവില്ലായിരിക്കും. അതാ വൻപയറൊക്കെ പുഴുങ്ങിയ ഇത് വെള്ളം കൊണ്ടിട്ട് അത് നല്ല ടേസ്റ്റ് ആണ്. നമ്മള് നാട്ടില് എന്റെ അമ്മ പണ്ട് എനിക്ക് നമ്മള് പയറ്റുമ്പുള്ളി എന്നൊക്കെ പറയാം. അതായത് വൻപയർ പുഴുങ്ങില്ലേ, നമ്മള് വൻപയർ പുഴുങ്ങിയിട്ട് അതിന്റെ വെള്ളം വെച്ചിട്ട് രസം വെക്കും. അത് അമ്മ എനിക്ക് പറഞ്ഞ റെസിപ്പിയാ. അത് വെച്ചിട്ട് രസം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. അതിപ്പോ എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോ, നല്ല ടേസ്റ്റ് ആണെന്നാണ് അർപ്പിത പറയുന്നത്. ഓക്കെ. ഇപ്പൊ ശിവ നേരത്തെ ഒരു മാരേജ് ചെയ്തതാണ്, എനിക്ക് തോന്നുന്നു ഒരു 6 years ബാക്ക് ആണോ? 4 years ബാക്ക് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആളുകൾ ഇട്ട് ഇങ്ങനെ ബുള്ളി ചെയ്തിട്ട് നമ്മൾ അങ്ങ് തളർത്തിക്കളയും. പക്ഷെ അന്ന് ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. ഒരു ചാനൽ എന്തോ വന്നിരുന്നു, അത് കണ്ടിട്ട് അമ്മയ്ക്ക് അറ്റാക്ക് ഒക്കെ ആയിരുന്നു, 2ാമത് അറ്റാക്ക് ആയി. പിന്നെ അതിന്റെ പേരിൽ കുറച്ച് പോലീസ് കേസ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പിന്നെ ആൾക്കാർ അറിഞ്ഞു, കുറെ പേര് ബാഡ് കമന്റ് ഇട്ട് വന്നു, കുറെ പേര് പോസിറ്റീവായിട്ട് വന്നു. പക്ഷെ ഇപ്പോഴത്തെ വെച്ച് നോക്കുമായിരുന്നെങ്കിൽ ഒരുപാട് ഞാൻ അനുഭവിക്കേണ്ടി വന്നായിരുന്നു. അന്ന് അത്ര ഇല്ലായിരുന്നു, ഒരു ചാനൽ എന്തോ വന്നുള്ളൂ. ആ സമയത്ത് ഇപ്പോഴത്തെ സമയത്തായിരുന്നു അതെങ്കിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ബുള്ളിങ് ഏൽക്കുന്നുണ്ട്. അതായത് സൈബർ ബുള്ളിങ് ഒരുപാട് ഏൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ പ്രവീണൊക്കെ മരിച്ചിട്ടുള്ള ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാതെ അവരിട്ടിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബുള്ളിങ് മാത്രം ചെയ്യുന്ന ആൾക്കാർ, അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവരോട് എന്താ പറയാന്ന് വെച്ചാൽ അവർക്കുണ്ടാകുന്ന ഒരു കുഞ്ഞ് നമ്മളെ പോലെ ആകുമ്പോഴേ അവർക്കത് മനസ്സിലാവുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ലല്ലോ, അവർക്കത് അനുഭവം കിട്ടിയാലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ ഒരു കൊച്ചു തീയിൽ കൈ മുട്ടിക്കരുത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ചെയ്യും. അത് അനുഭവം വരുമ്പോൾ മാത്രമല്ല ആ കുഞ്ഞ് പഠിക്കത്തുള്ളൂ. അതുപോലെ എനിക്ക് അവരോട് പറയണം. ഈ കമന്റ്സ് വരാറുണ്ട് ഒരുപാട്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മള് ഫാമിലിയിൽ നിന്ന് ഇങ്ങോട്ട് ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മള് പഴയ ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ പുതിയ ഐഡന്റിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ കളിയാക്കലായാലും ഇപ്പം ഈ കമന്റ്സ് ഇടുന്നുണ്ടല്ലോ, ആ കമന്റ്സ് ഒന്നുമല്ല. നമ്മൾ അന്ന് അനുഭവിച്ച ആ ബുദ്ധിമുട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഇടുന്ന കമന്റ്സ് നമുക്കൊന്നുമല്ല. അപ്പോൾ ഈ കമന്റ്സ് ഇടുന്നവരോട് പറയാനുള്ളത് വെറും പുച്ഛം മാത്രം. കാരണം നമ്മൾക്ക് ഇതിലും വലുത് കേട്ടാൽ നമ്മൾ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വെറും കോമഡി മാത്രമാണ്. ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണ് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ള അക്സെപ്റ്റൻസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടിയെന്ന് വരില്ല. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര കൈനീട്ടിയാണ് നിങ്ങൾ രണ്ടുപേരും സ്വീകരിക്കുന്നത്, അവിടെ ഇത് ചെയ്യുന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്കും ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലുള്ള എന്തെങ്കിലും ഒരു കുശുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കുശുമ്പൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആളുടെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആൾക്ക് 2 ചേട്ടന്മാരും അമ്മയുമാണ് ഉള്ളത്. അപ്പം ആള് ഭയങ്കര സങ്കടം പറയുന്നുണ്ട്. അസൂയും കുശുമ്പൊന്നും അല്ല, നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടിയല്ലോ. ഇപ്പം എൻ്റെ സ്വന്തം വീട്, നിന്റെ സ്വന്തം വീട്ടിലാണെങ്കിലും നിനക്ക് നല്ല അക്സെപ്റ്റൻസ് ആണ്. കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിലാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് അവര്. അപ്പം നിനക്കത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം ആൾക്ക് സ്വന്തം വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ട്. അതെന്നോട് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മമാരോടായിരിക്കുമല്ലോ നമ്മൾ ആദ്യമേ നമ്മുടെ ഒരു ഐഡന്റിറ്റി പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇതാണ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സമയം ചിലപ്പോ ഒക്കെ പേടി ഉണ്ടാവില്ല, അവരെങ്ങനെ എടുക്കുന്നൊന്നും നമ്മൾ അന്നേരം ബോധർ ചെയ്യില്ലായിരിക്കാം. പക്ഷെ അത് പറയുന്ന ഒരു സമയത്ത് നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അതെങ്ങനെയായിരുന്നു അർപ്പിതയ്ക്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഒക്കെ അറിയാം ഞാൻ അവസാനം ഇങ്ങനെ ആവുള്ളൂ. കാരണം ഞാനൊരു 8ാം ക്ലാസ് മുതലൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ ആയി തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു തുടങ്ങി എനിക്കൊരാണായി ജീവിക്കാൻ പറ്റില്ല അമ്മ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി. അപ്പം എൻ്റെ അമ്മ ചോദിച്ചു അതെന്താ? അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ഇങ്ങനെയാണ്, എനിക്ക് ഒരിക്കലും ഒരു പുരുഷനെ പോലെ ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കൊരു സ്ത്രീനെ പോലെ ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ അച്ഛനൊക്കെ ആദ്യം കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നെ. അപ്പം കൗൺസിലർ തന്നെ എന്നോട് അച്ഛനും അമ്മേനെയും പറഞ്ഞ് മനസ്സിലാക്കി, ആള് തന്നെ അച്ഛനും അമ്മേനെയും പറഞ്ഞ് മനസ്സിലാക്കി
ഹോർമോണൽ ചേഞ്ച് ആണ്, ആളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് അച്ഛനും അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ നാട്ടുകാർക്ക് അറിയാം ഞാൻ ഇങ്ങനെ ആവുള്ളത്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ശിവയ്ക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല, മരിച്ചുപോയി. അതായത് എന്നെ പ്രസവിക്കുന്നതിന് 10 ദിവസം മുമ്പ് മരിച്ച, ഞാൻ കണ്ടിട്ടില്ല, പട്ടി അടിച്ചാൽ മരിച്ച. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് വളർത്തിയത്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കൂടപ്പിറപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും അമ്മേനെ ആരും നോക്കാനില്ലായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ചുമടയൊക്കെ ആകുമ്പോൾ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്താണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല എനിക്കിങ്ങനെ മാറണമെന്ന്. പക്ഷേ ഞാൻ ആദ്യത്തെ ബ്രസ്റ്റ് സർജറി ചെയ്ത സമയത്ത് പോലും ഞാൻ അമ്മയോട് പറഞ്ഞില്ല എനിക്ക് നെഞ്ചുവേനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സർജറി ചെയ്തിട്ട് വന്ന് എനിക്ക് എൻ്റെത് ന്യൂസിൽ കണ്ടപ്പോൾ, അതായത് ഞാൻ ജോലി ഇല്ലായിരുന്നു, അപ്പോൾ ആമസോണിലൊരു ജോലി കിട്ടിയായിരുന്നു. നമ്മുടെ കളക്ടർ കൃഷ്ണതേജ് എനിക്ക് ജോലി വാങ്ങി തന്നു. അത് ന്യൂസിൽ വന്നപ്പോഴാണ് അമ്മ അറിയുന്നത്. പിന്നെ എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് നീ ഇപ്പം എന്തുവാ, എനിക്ക് അങ്ങനെ 32ാമത്തെ വയസ്സിൽ ഒരു അനിയനെ കിട്ടിയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ അമ്മയുടെ ഒരു കസിൻ ഉണ്ട്, എൻ്റെ ബ്രദറിനെ പോലെ കൊണ്ടുവരണം. അവനും എന്നോട് പറഞ്ഞു വെള്ളം അടിക്കുമ്പോൾ അവൻ്റെ കൂടെ തുടങ്ങണം. ഇത് രണ്ടുപേർ പറഞ്ഞുള്ളൂ, വേറെ ആരും എന്നോടൊന്നും, കാരണം ആൾക്കാർക്ക് എന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം അത് ആദ്യം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇപ്പം എല്ലാ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. ആരും എന്നെ ഒന്നും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. പണ്ട് നിന്നപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് നിന്നപ്പോൾ എല്ലാവർക്കും ഒരു ബാധ്യതയാണെന്ന് കണ്ട് എല്ലാവരും മാറി നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതൊരു വാശിയായിരുന്നു, ജീവിച്ച് കാണിക്കണം. അങ്ങനെയാണ് തുടങ്ങിയത്. പെൺകുട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കാരണം അവർക്ക് ബാധ്യതയാണല്ലോ. പെങ്ങളും ആളെന്ന് പറയുമ്പം എല്ലാവർക്കും അവരുടെ കൂടപ്പുറമൊക്കെ ബാധ്യതയല്ല. അപ്പൊ ആരും നമ്മൾ അന്വേഷിക്കുക പിടിക്കുമെന്നില്ല. നമ്മ തന്നെ ജോലിക്ക് പോയി പഠിപ്പിക്കും, പിന്നെ പതുക്കെ ഓരോ ജോലിക്ക് കയറി അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. മീൻ കച്ചവടം വരെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോ പറയുമ്പോ തമാശയായിട്ട് തോന്നാം നെഞ്ചുവേനയാണെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അമ്മയ്ക്ക് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ പേടിയാ. അപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോഴും അമ്മയ്ക്ക് ചെറിയ പെയിൻ പോലും സഹിക്കാൻ പറ്റില്ല. എനിക്കൊരു പനിയാണെങ്കിൽ, നോർമലി ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു പനിയാണെങ്കിൽ അമ്മ ജോലിക്ക് പോകായിരിക്കും. ഞാൻ പനിയായിട്ട് കിടക്കുവാണെങ്കിൽ ഞാൻ കണ്ണ് ഉറക്കുമ്പോൾ അമ്മ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ടാവും. അവിടെ ആണെങ്കിൽ ഒരു 100 വട്ടം പറയും കേട്ടോ. അപ്പം ഞങ്ങൾ എറണാകുളത്താണല്ലോ, അപ്പം ആൾക്കൊരു പെട്ടെന്നൊരു പനിയോ തലവേന എന്തെങ്കിലും വന്ന് അപ്പം എനിക്കെപ്പോഴും നോക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഞാൻ ചിലപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ ഈ ഫോൺ നോക്കി കളിച്ചോണ്ടൊക്കെ ഇരിക്കും. അപ്പം ആള് തലവേനായിട്ട് കിടക്കുമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഉണരുമ്പോൾ എന്നെ കണ്ടില്ലേ പറയും, ഓ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിരുന്നേനെ, എനിക്ക് വേദന മാറുന്നുണ്ടോ എന്നൊക്കെ കെയറിങ്, എൻ്റെ അമ്മ തരുന്ന കെയറിങ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും വഴക്കാം. കൊള്ളാം. ഇനി അമ്മ എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടോ? ഒരു കുട്ടി വേണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹം? ഒരു വീടായിരുന്നു, എല്ലാവർക്കും വീടുണ്ട്, ഒരു വീട്. രണ്ടാമത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അമ്മയുടെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് പിള്ളേരുണ്ടാകില്ല, നമുക്ക് നിങ്ങൾ എവിടെന്നെങ്കിലും ദത്തെടുക്കുക, അതിനുള്ള കാര്യങ്ങൾ നോക്ക്, നിങ്ങൾക്ക് പറ്റിയില്ലേ എൻ്റെ ഇതിൽ തന്നെ ഞാൻ വേണം ദത്തെടുക്കാന്ന് വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അഡോപ്ഷൻ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് നാളെ ആരാ ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ അമ്മയുടെ ആദ്യമൊക്കെ ഞാൻ ഓക്കെ എന്ന് പറയുമായിരുന്നു, അമ്മയുടെ സമാധാനം. പിന്നെ ഞാൻ ചിന്തിച്ചപ്പം നാളെ ആ കുഞ്ഞിന് ഒരു പ്രശ്നം നമ്മൾ കാരണം വരരുതല്ലോ. ഇപ്പൊ തന്നെ സമൂഹം നമ്മളെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സമൂഹം ഒരിക്കലും മാറിയിട്ടില്ല. നമ്മുടെ സമൂഹം നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിച്ചാലും നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ പറയുന്നത് വേറെ പലതുമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഒരിക്കലും നമ്മുടെ സമൂഹം മാറാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും ഇനിയുള്ള ജനറേഷൻ മാറും എന്ന് വിചാരിക്കും. ഇനി വരുന്ന ജനറേഷൻ ഇപ്പോൾ 2K കിഡ്സ് അവരൊക്കെ മാറി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അവരുടെ പേരൻസ് കുറച്ച് പുറകിലുള്ള ആൾക്കാരാണ്, അവരുടെ ജനറേഷൻ. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ, ഇപ്പം ആണും പെണ്ണും മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ അവരാരും അതിന് മുതിരാറില്ല. സമൂഹം ഒരിക്കലും മാറത്തില്ല. നമ്മുടെ പേരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾ വളരുള്ളൂ. അപ്പം നമ്മുടെ പേരൻസ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ വളരില്ല, അതനുസരിച്ച് വളരില്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹം മാറത്തില്ല. ഈ ഒരു ഗർഭധാരണത്തിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ ട്രാൻസ് കപ്പിൾ ആണെങ്കിലും അവര് ചെയ്തിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമുക്കത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമുക്ക് അഡോപ്ഷൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെ നമ്മൾ അതും ചിന്തിക്കും, നാളെ നമ്മുടെ കുഞ്ഞിനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തരുതല്ലോ എന്ന് ചിന്തിച്ച് ഞങ്ങൾ തൽക്കാലം വേണ്ട. ഞങ്ങളിപ്പോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ഒരാൾ കെയർ ഓഫ് ഫീഡ് കുഞ്ഞിന്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നത്, അതിനെ പഠിപ്പിക്കുന്നതിന് സാമ്പത്തികമായിട്ട് ആരും ഇല്ലാത്തൊരു സ്പോൺസർഷിപ്പ് അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം മുതൽ അത് ചെയ്യാൻ ആരും ഇല്ല. നമ്മൾ അതിനെ നമ്മുടെ സ്വന്തം കുഞ്ഞായി സ്പോൺസർ, അതറിയാൻ വേണ്ട ഞങ്ങളാ ചെയ്യുന്നതെന്ന്, അല്ലാതെ ചെയ്യാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യം കേട്ടോ.